എവരിവൺ. നമ്മുടെ ഹാസും ഹാവും എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാത്തുണ്ടാവും അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ഹാസും ഹാവും യൂസ് ചെയ്യുക എന്നുള്ളത്. ഹാസിൻ്റെയും ഹാവിൻ്റെയും മീനിങ് ഉണ്ട് എന്നുള്ളതാണ്, സെയിം മീനിങ് ആണ്, പക്ഷേ രണ്ടിൻ്റെയും യൂസേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസിൽ എപ്പോഴാണ് ഹാവ് വരിക? സെൻറ്റൻസിലുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ പ്ലൂറൽ ആണെങ്കിൽ അവരുടെ കൂടെയാണ് ഹാവ് വയ്ക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് പ്ലൂറൽ ആയിട്ടുള്ള നൗൺ അല്ലെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് വെച്ചാൽ ഐ, യു, ദേ, വി. അയ്യോ, ദേവി എന്ന് പഠിച്ചു വയ്ക്കാം. ഇവരൊക്കെയാണ് പ്ലൂറലായിട്ട് വരുന്നത്. അപ്പോൾ ഇവരുടെ കൂടെയാണ് ഹാവ് വയ്ക്കുന്നത്. ഐ ഹാവ് എ ഡോഗ് എന്ന് പറയാം, അല്ലെങ്കിൽ വി ഹാവ് ബുക്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഹാവ് ആണ് വരിക. ഇനി സിംഗുലർ സബ്ജക്ട്സ് അല്ലെങ്കിൽ സിംഗുലർ നൗണിൻ്റെ കൂടെയാണ് ഹാസ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സിംഗുലർ നൗൺസ് അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്ട്സ് എന്ന് പറയുന്നത്? ഹി, ഷീ, ഇറ്റ്, പിന്നെ ആരുടെയെങ്കിലും പേരൊക്കെ വരുമ്പോൾ അതും എന്താണ് സിംഗുലറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവരുടെ കൂടെ എപ്പോഴും ഹാസ് ആണ് വയ്ക്കേണ്ടത്. ഷീ ഹാസ് ഡൺ ഹർ ഹോംവർക്ക്, അല്ലെങ്കിൽ ഹി ഹാസ് എ ഡോഗ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോർട്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കോമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക.